സർ, ധർമ്മസ്ഥല കേസ് വളരെ വിവാദമായിരുന്നു. ആ കേസ് SIT അവസാനിപ്പിച്ചു. അപ്പോൾ ഹിന്ദു ക്ഷേത്രത്തിനെതിരെ അങ്ങോട്ട് ആളെ വിട്ട് ചെയ്യിപ്പിച്ച ഒരു കേസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ ഇത് അവസാനിച്ച വാർത്തയുണ്ടല്ലോ, കേസ് അവസാനിപ്പിച്ച വാർത്ത ഒരു മാധ്യമങ്ങളും കൊടുത്തില്ല. അല്ലാതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മസ്ഥല കേസ് കൊണ്ടുവന്നത് ഒരു നന്മമരം ഉണ്ടായിരുന്നു ഇവിടെ. കേരളത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില നന്മമരങ്ങൾ പെട്ടെന്ന് വരും. ആ ലോറി പോയ സമയത്തുണ്ടായിരുന്നു, അർജുൻ്റെ ലോറി വന്നപ്പോൾ സമയത്ത് ഞാൻ ആ കുടുംബത്തെ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ ആ ലോറിയെ ഏറ്റെടുത്തിരിക്കുന്നു, അവരൊക്കെ എൻ്റെ മക്കളാണ്, കുന്തമാണ് കുറച്ചക്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണ് അവിടെ നിന്നുകൊണ്ട് ഇവിടെയുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനലും ചേർന്ന്. കാരണം ഒരുത്തൻ വെള്ളത്തിൽ പോയിട്ട് 3-ാം ദിവസവും വെള്ളത്തിൽ അവൻ ജീവനോടെ ഇരിക്കുന്നുണ്ടെന്ന് നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ തൊലിക്കട്ടിയും അജ്ഞതയും ഒന്ന് ആലോചിച്ച് നോക്ക്. വെള്ളത്തിൽ പോയവൻ 3 ദിവസം എങ്ങനെ ജീവിച്ചിരിക്കാനാണ് വെള്ളത്തിൽ? ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ശ്വാസകോശത്തിൽ വെള്ളം കയറി അവൻ കഞ്ഞു പോകില്ലേ? എന്നിട്ട് അങ്ങനെയല്ല, മറ്റവനിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, എന്നിട്ട് ആ ലോറി തപ്പിയെടുക്കണം. ഇപ്പോൾ അതിനെക്കുറിച്ച് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലോറിയിൽ ഇവൻ്റെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, കഞ്ചാവ് എന്തൊക്കെ ഉണ്ടായിരുന്നു, മറ്റു സംഗതികളുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ അറിയേണ്ടിയിരുന്ന ആ ലോറി പൊക്കിയെടുത്തിട്ട് അതിൽ നിന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവനകത്താകും. അപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അസർട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന ഒരു നന്മമരമാണ് ഇവനെന്നാണ് പിന്നീട് ആളുകൾ പറഞ്ഞ ഒരു കേസ്. ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. എന്തായാലും അവൻ ആൾ ശരിയായിരുന്നില്ല. ഈ ധർമ്മസ്ഥലയിൽ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ അവൻ വലിയ റോള് വഹിച്ചിട്ടുണ്ട്, ഈ മനാഫ് എന്ന് പറയുന്നവൻ. ഇപ്പം അവനെക്കുറിച്ച് കേൾക്കാനില്ല. പക്ഷേ ധർമ്മസ്ഥല വന്നപ്പോഴേക്കും അവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ട്. അപ്പോൾ ഇവനൊക്കെ ആർക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരു ധർമ്മസ്ഥല കേസ് നമ്മളൊരു ശരിക്കെടുത്ത് പഠിക്കേണ്ട ഒന്നാണ്. കാരണം ഒരു ഹിന്ദു സ്ഥാപനത്തെ വ്യാജ വാർത്ത സൃഷ്ടിച്ച് നശിപ്പിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി നടത്തിയ ഒരു പദ്ധതിയായിരുന്നത്. അത് പറഞ്ഞത് അവിടെ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു. കൂട്ടക്കുഴിമാട കേസ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു, എല്ലാത്തിനെയും കുഴിച്ചു മൂടിയിരിക്കുന്നു. ഇതാതെ എടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരു തലയോട് കിട്ടിയിരിക്കുന്നു, അതെ പറയൂ ഒരു തലയോട് കിട്ടിയിരിക്കുന്നു, അതേ തലയോട് കിട്ടിയിരിക്കുന്നു, ഇനി അത് കിട്ടണം. അപ്പോൾ ആ തലയോടും അവിടുത്തെ എല്ലുമെല്ലാം വേറൊരു സിമിത്തേരിയിൽ നിന്നോ മറ്റോ വേറൊരുത്തന് അവിടെ കൊണ്ടുവന്ന് ഇട്ടതാണെന്നും അവൻ വേറൊരു ആവശ്യത്തിൻ്റെ പേരിൽ കൊണ്ടുവന്ന് ഇട്ടതാണെന്നും തെളിഞ്ഞു. അത് തെളിഞ്ഞതെന്ന് വെച്ചാൽ BJP സർക്കാർ അന്വേഷിച്ചിട്ടല്ല, കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അന്വേഷിച്ചിട്ട് പോലും അത് തെളിഞ്ഞു. കർണാടക ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൻറ്റി ഹിന്ദു സ്റ്റാൻഡ് എടുത്ത് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോ മുസ്ലിം സ്റ്റാൻഡും ആൻറ്റി ഹിന്ദു സ്റ്റാൻഡും എടുത്തിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇതിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ അന്ന് അതിനകത്തൊരു പൊളിറ്റിക്കൽ ആംഗിൾ കൂടി ഉണ്ടായിരുന്നു. കാരണം BJPയുടെ വളർച്ച തടയുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കോൺഗ്രസ്സിനുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ് ഇതിനെ സഹായിച്ചു. ഹിന്ദു മതത്തിനെതിരെയുള്ള ഏത് നീക്കത്തെയും പ്രോത്സാഹിപ്പിക്കണം എന്ന ഈ മൗദൂദിസ്റ്റുകളുടെ, ജമാഅത്തെ ഇസ്ലാമികളുടെയും മുസ്ലിം തീവ്രവാദികളുടെയും ഒരു അജണ്ട കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി വച്ചിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളും ആണ് ഏറ്റവും കൂടുതൽ അത് സംബന്ധിച്ച് വാർത്ത കൊടുത്തത്. അതെ, ഇവിടെ നിന്ന് യൂട്യൂബ് ചാനലുകൾ വരെ അവിടെ പോയി ക്യാമ്പയിൻ ചെയ്ത് നിന്ന് വാർത്തയുണ്ട്. അല്ല, അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ വാർത്തകൾ അവിടെ പോയി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലുകൾക്ക് വരെ ആരെങ്കിലും ഫണ്ട് ചെയ്തിട്ടുണ്ട്. അതാരാണെന്ന് കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അല്ലാതെ യൂട്യൂബ് ചാനലുകൾക്ക് അതിനുള്ള പൈസയൊന്നുമില്ലല്ലോ. അവിടെ പോയി അവിടെ ക്യാമ്പ് ചെയ്ത് അവിടെ റൂമെടുത്ത് താമസിച്ച് എല്ലാ ദിവസവും പോയി ഈ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലുകൾക്ക് ആര് പണം കൊടുത്തു? കാരണം ഒരു യൂട്യൂബ് ചാനലിനും അത്തരത്തിൽ സ്പെൻഡ് ചെയ്യാനുള്ള പണം കിട്ടുന്നില്ല, ഒരു യൂട്യൂബ് ചാനലിനും കിട്ടുന്നില്ല. മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ പോലും നമ്മൾ പലരുടെയും നിരീക്ഷണത്തിലാണ്, ജീവൻ അപകടത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല മാധ്യമപ്രവർത്തകരും ഈ വാർത്തയോട് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. സത്യത്തിൽ ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ ഒരു പ്രദേശം പൂർണ്ണമായിട്ടും എന്തോ ഒരു വലിയ പ്രേതനഗരിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു കൊലപാതക ആസൂത്രിതമായി മനുഷ്യരെ കൊന്നു കുഴിച്ചു മൂടുന്ന സ്ഥലമാണ് എന്നും ഇതൊരു
ധർമ്മമില്ല, അധർമ്മം മാത്രം നടക്കുന്ന സ്ഥലമാണ് എന്നും അവിടെയാണെങ്കിൽ RSSൻ്റെയും ബാക്കി ഹിന്ദു ഭീകരവാദികളുടെയും വലയത്തിലാണ് നിൽക്കുന്നതെന്നും ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മുടെ ചാനലുകളിൽ വിശേഷിച്ചും. പിന്നെ ഈ ചാനലുകൾ തമ്മിലുള്ളൊരു മത്സരം വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് കൂടി. ഒരാൾ 10 പേര് കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ചാനലിന് 15 പേരുടെ കണക്ക് പറയേണ്ടി വരും. കാരണം 10 പേരെ മാറ്റി 15 പേരിലേക്ക് പോകണം. ഇവർക്ക് അടക്കമുള്ളവർക്ക് എവിടെ നിന്ന് പണം കിട്ടി എന്ന കാര്യവും കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ അന്വേഷിക്കേണ്ടതാണ്. അതൊരു വലിയ ഗൂഢാലോചന തന്നെയായിരുന്നു. അതിലാരൊക്കെ പങ്കെടുത്തു എന്നുള്ള കാര്യവും അന്വേഷിക്കണം. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ മനാഫിൻ്റെ കാര്യം പറഞ്ഞല്ലോ, മനാഫിന് വേണ്ടി ആര് ഫണ്ട്, ഈ മനാഫിനെ ലോറിയിലെ ആ അപകടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ മനാഫ് പൊങ്ങുന്നത് ധർമ്മസ്ഥലയിലാണ്. മനാഫിനെ തേടി പിടിച്ച് കൊണ്ടുവന്ന് അവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മനാഫ് ആർക്കോ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഏജൻ്റാണ് എന്നുള്ളതാണ്. അവനൊരു വെറും ലോറി ഉടമ മാത്രമല്ല, അവന് വേറെ എന്തൊക്കെയോ ഏർപ്പാടുകളുണ്ടായിരുന്നു. അർജുൻ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു, അർജുനന് നല്ല കാശ് കൊടുത്തിരുന്നു എന്നൊക്കെ ശരിയാണെങ്കിലും അവൻ്റെ ലോറി ഇടപാടുകളിലും അവൻ എന്തെല്ലാം കാര്യങ്ങൾ കടത്തിക്കൊണ്ട് വന്നു എന്നുള്ള കാര്യമൊക്കെ പരിശോധിക്കേണ്ടതായിരുന്നു. അതൊക്കെ പരിശോധിക്കപ്പെടാതെ പോയത് അർജുനെ കണ്ടെത്തണം എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കിയിട്ട് ആ നരേറ്റീവിൻ്റെ പിന്നാലെ പോവുകയാണ് ചെയ്തത്. ഇതാ കിട്ടിയിരിക്കുന്നു, അതിൻ്റെ ഒരു ഭാഗം കിട്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി എന്ന് കണ്ടെത്തും? ഇത് മനുഷ്യജീവനല്ലേ, ഒരുതം മരിച്ചുപോയി എന്നാണ് പറയണത്. എവിടെ? വേറെ ആരും കൊന്നതല്ല. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വിട്ട് നോക്കുക. ഒരു പ്രളയം വന്ന്, അല്ലെങ്കിൽ വലിയൊരു മഴ വന്ന്, മണലിടിച്ചിൽ വന്ന്, ആ ഇടിച്ചിൽ വന്ന സമയത്ത് അവൻ്റെ ലോറിയും പോയി, അവനും പോയി, അവൻ മരിച്ചും പോയി. അതിൽ നമുക്കൊക്കെ ദുഃഖമുണ്ട്. പക്ഷേ അതിനെ വെച്ചുകൊണ്ട് അതിന് ഒരു ഗവൺമെൻറ്റിനും ബാക്കിയുള്ള സംവിധാനത്തിനും ചെയ്യാവുന്നതിനൊക്കെ ലിമിറ്റില്ലേ? ഭയങ്കരമായ ഒഴുക്കാണ് അവിടെ. ആ ഒഴുക്കിന് നടുക്ക് ഈ ഒഴുക്ക് വകവെക്കാതെ അന്വേഷണം തുടർന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ അവിടെ പോയ ചാനലുകൾ അവർക്കൊക്കെ ആര് കാശ് കൊടുത്തൊന്നും കൂടി അന്വേഷിക്കേണ്ടതാണ്. കേരളത്തിൽ നിന്ന് കുറേ ചാനലുകൾ അവിടെ പോയിരുന്നല്ലോ, പോയിട്ട് മത്സരിച്ച് റിപ്പോർട്ടിംഗ് ആയിരുന്നു. എല്ലാ റിപ്പോർട്ടിങ്ങിൻ്റെയും അവസാനം എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദുമത സ്ഥാപനം മനുഷ്യരെ കൊല്ലുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ്. 150 പേരുടെ വരെ കണക്ക് ഞാൻ കേട്ട് അവിടെ കൊന്നു കുഴിച്ച് മൂടിയിരിക്കുന്ന. ഇനി ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വേലക്കാരനുണ്ടായിരുന്നു, അയാളാണ് ചിന്നയ്യ ഇത് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ കുഴിക്കണം, അവിടെ കുഴിക്കണം, അവിടെ ഒന്നും കുഴിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അവസാനം ചിന്നയ്യ സമ്മതിച്ചു, ഞാനിതൊരു സിമിത്തേരിയിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടതാണ്, ഇന്ന ആൾ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ്. അതിൽ പിന്നീട് എന്ത് അന്വേഷണം നടന്നു എന്നറിയില്ല. SIT അന്വേഷണം അവസാനിപ്പിച്ചു എന്നുണ്ടെങ്കിലും ശരിയാണ്. ഈ ധർമ്മസ്ഥലയുടെ കക്ഷികളെങ്കിലും ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം നടത്തിക്കാൻ അവർ തയ്യാറാകണം. ഇതിപ്പോൾ പരാതി വ്യാജമാണ്, അതായത് ധർമ്മസ്ഥലയിൽ കൂട്ടക്കൊലകൾ നടന്നു എന്ന് ആരോപിച്ച് നൽകിയ പരാതി വ്യാജമാണെന്നാണ് SIT കണ്ടെത്തിയത്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും പ്രതികളാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പ്രതി ചേർത്തിരിക്കുന്നവർ ഈ പറയുന്നത് പോലെ അവിടുത്തെ പരാതിക്കാരനായിട്ടുള്ള CN ചിന്നയ്യ, മുൻ ശുചീകരണ തൊഴിലാളി. മറ്റൊന്ന് മഹേഷ് ഷെട്ടി തിമ്മറോടി, അത് ഒരു ആക്ടിവിസ്റ്റാണ്. മറ്റൊരാൾ ഗിരീഷ് മട്ടന്നവർ, മറ്റൊരു ആക്ടിവിസ്റ്റാണ്. വിറ്റല ഗൗഡ, ഈ പറയുന്ന യുവതി സൗജന്യയുടെ അമ്മാവനാണ്. T ജയന്ത് എന്ന് പറയുന്ന ഒരാള്. സുജാത ഭട്ട്, ഈ സുജാത ഭട്ടാണ് തൻ്റെ മകളെ കാണുന്നില്ല എന്നുള്ള വ്യാജ പരാതിയൊക്കെ നൽകിയത്. അപ്പോൾ ഈ ഇത്രയും പേരാണ് പ്രതികളാക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് ഇത്രയും പേരെ പ്രതികളാക്കിയാൽ പോരാ, ഇവർക്കുള്ള ഫിനാൻഷ്യൽ സോഴ്സ് എവിടെ നിന്നായിരുന്നു എന്നൊരു അന്വേഷണം കൂടി നടക്കണം. അത് അന്വേഷിച്ചിട്ടില്ല. അവിടെയാണ് എൻ്റെ പരാതി ഉള്ളത്. ഞാൻ പറയുന്നത് അതാണ്. കാരണം ഇവരൊക്കെ ഡിപ്ലോയ് ചെയ്തിരുന്നു. അതിൽ ആക്ടിവിസ്റ്റുകളുണ്ട്. ഈ ഡിപ്ലോയ് ചെയ്തവർക്കുള്ള പണം എവിടെ നിന്ന് കിട്ടി? ഇത്രയും ദിവസം നിന്നല്ലോ ഇവർ. ഇത്രയും ദിവസം നിന്ന് പിന്നെ ഈ ചാനലുകളൊക്കെ നമുക്കറിയാലോ, അവർക്ക് അവരുടെ അജണ്ടയുണ്ട്. അവരുടെ അജണ്ടയെന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കലാണ്. അല്ലാണ്ട് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിലെ ഒരൊറ്റ ചാനലും ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. TV ചാനലുകളൊന്നും തന്നെ അവരുടെ പരിപാടി എന്ന് വെച്ചാൽ അവർക്ക് സർക്കുലേഷൻ എന്താ, വ്യൂവർഷിപ്പ് കൂടണം, പിന്നെ റേറ്റിംഗ് കിട്ടണം, ബാർക്ക് റേറ്റിംഗ് കിട്ടണം,
കൂടുതൽ പരസ്യം കിട്ടണം, കൂടുതൽ കാശ് കിട്ടണം. പ്രധാനമായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് കൂടുതൽ കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ സന്നദ്ധരായി നിൽക്കുന്ന ഒരു വിഭാഗം ജേർണലിസ്റ്റുകളാണ് അവിടെ പോയിരിക്കുന്നത്. അവർക്ക് കാശ് കൊടുത്തിട്ടുണ്ടോ എന്നും കൂടി അന്വേഷിക്കണം. അല്ലാണ്ട് അവരിങ്ങനെ സംശുദ്ധരായിട്ടിങ്ങനെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ സംശുദ്ധി അവകാശപ്പെടാൻ പറ്റുന്ന ഏത് ചാനലുണ്ട് കേരളത്തിൽ? നിങ്ങൾ ഒരെണ്ണത്തിൻ്റെ പേര് പറയൂ. ഏത് ചാനലാണ് തങ്ങൾക്ക് സംശുദ്ധി അവകാശപ്പെടാൻ കഴിയുമെന്ന് പറയാൻ പറ്റുന്നത്? ഒരെണ്ണമില്ല. അവരെല്ലാവരും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉദാഹരണമുണ്ട്. എന്താണ് മുക്താദിർന്ന ആ പൊട്ടിപ്പോയൊരു സ്വർണ്ണക്കടയില്ലേ, അൽ മുക്തിദാർ. പേര് പറയാൻ തന്നെ വലിയ പ്രയാസമാണ്. ഒരു സ്വർണ്ണക്കടക്ക് ഇടാൻ പറ്റിയ പേരുമല്ല അത്. പക്ഷേ അൽ മുക്തിദാർ പൊട്ടിപ്പോയി. അത് പൊട്ടിപ്പോയിട്ട് എന്തുണ്ടായി? കാരണം പരസ്യം കിട്ടിയിരുന്നത് കൊണ്ട് ആ പരസ്യത്തിൻ്റെ നന്ദി സൂചിപ്പിച്ചുകൊണ്ട് അതെങ്ങനെ പൊട്ടിയെന്നോ ആര് പൊട്ടിച്ചെന്നോ ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലോ എന്നുള്ള കാര്യം ഒരൊറ്റ ചാനലും ഒരൊറ്റ മാധ്യമവും നമ്മളെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് അവിടെ റിപ്പോർട്ടിങ്ങിന് പോയവരടക്കമുള്ളവരെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം കൂടി നടത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത്.